ഹലോ, ഇന്ന് കർക്കിടക 8. ഇന്ന് കർക്കിടക വാവ് ബലി ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് ബലിതർപ്പണത്തിനൊക്കെ പോയിട്ടുണ്ടാവും. ഞാനും പോയി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ചെറുമൺ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് പോയത്. റോഡ് മുതൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. വെളുപ്പിനെ ഒരു 4 മണി മുതലേ മഴയായിരുന്നു. എങ്കിലും മഴയൊക്കെ നനഞ്ഞ് തന്നെയാണ്, കുറേ പേർക്കൊന്നും കുടയൊന്നുമില്ല, എങ്കിലും മഴയൊക്കെ നനഞ്ഞ് ക്യൂ നിന്നാണ് എല്ലാവരും ബലിയിടാനായിട്ട് അകത്ത് കയറിയത്. ഞാനും ബലിയിടാനായിട്ട് ഇന്നലെ തന്നെ രസീതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ശ്രീകുട്ടനും കൂടെയാണ് ബലിയിടാൻ പോയത്. അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിന്നുമോളും ഞാനിവിടെ പോകാൻ ആദ്യം പ്ലാൻ ചെയ്തത്, പിന്നെ അതൊക്കെ മാറ്റി. അങ്ങനെ ഞങ്ങൾ ബലിയിടാൻ വന്ന് നിന്നു. നല്ല വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു എന്തായാലും. അപ്പോൾ അവിടെ മന്ത്രങ്ങളൊക്കെ ആദ്യത്തെ ട്രിപ്പും രണ്ടാമത്തെ ട്രിപ്പും ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ആൾക്കാർ കയറിയിരിക്കുന്നതിൻ്റെ മന്ത്രങ്ങളൊക്കെ നമുക്കിങ്ങനെ കേൾക്കാമായിരുന്നു. ക്യൂയിൽ നിൽക്കുമ്പോൾ തന്നെ വലിയ ക്യൂ ആണ്, കണ്ടില്ലേ, വലിയ ക്യൂ ആണ്. പിന്നെ അവിടെ തന്നെ ബലിതർപ്പണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ എല്ലാവർക്കും ഒരു ലഘുഭക്ഷണമൊക്കെ ക്ഷേത്ര കമ്മിറ്റി ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ചായയും ഒക്കെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നിട്ട് ബലിതർപ്പണത്തിന് പോയിരുന്നു. നല്ല വെള്ളമായിരുന്നു അവിടെ. എന്തായാലും കറക്റ്റായിട്ട് കയറി ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ബലിയിട്ടു. പിതൃക്കൾക്ക് എല്ലാവർക്കും മോക്ഷം ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ബലിയിട്ടു. ബലിച്ചോറൊക്കെ കൊണ്ടുവച്ചു. കാക്കയെ കൈകൊട്ടി വിളിച്ചു. അതിനുശേഷം വന്ന് തിലഹോമമൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ 2 ടിന്നൊക്കെ വാങ്ങിച്ചു. പായസം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. പാൽപ്പായസം ഉണ്ടായിരുന്നു. പാൽപ്പായസമൊക്കെ വാങ്ങിച്ച് വണ്ടി കുറേ ദൂരെ ഒരു വീട്ടിലാണ് വെച്ചിരുന്നത്. അങ്ങനെ അവിടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു മോൻ അവിടെ നിന്ന് ലോട്ടറി വിൽക്കുന്നത് കണ്ടു. ഞാനങ്ങനെ ലോട്ടറി വാങ്ങുന്ന ആളേ അല്ല. ഞാൻ എവിടെ കണ്ടാലും കൈ കൊണ്ട് തന്നാലും ഞാൻ വാങ്ങുന്നതല്ല. പക്ഷേ ഇന്ന് എനിക്കിത് കണ്ടപ്പം അതിനെ ഒന്ന് സഹായിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് അതിൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറിയൊക്കെ വാങ്ങിച്ചു. കുറച്ച് നേരം സംസാരിച്ചു. എനിക്ക് പനി പിടിച്ച് നല്ലപോലെ സൗണ്ടൊക്കെ പോയി, ഒച്ചയൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വലുതായിട്ട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ പോയിട്ട് തിരിച്ചു പോരുന്നു. ടാറ്റാ.